എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എന്താണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, എന്താണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ മീനിങ്, ഡെഫിനേഷൻസ്, പിന്നെ പർപ്പസ്, അങ്ങനത്തെ പിന്നെ അതിൻ്റെ ഡിഫറൻസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് നോക്കാം. ഒരു കാര്യം നമ്മൾ അച്ചീവ് ചെയ്തു എന്ന് പറയണമെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അത് നമ്മൾ നേടിയെടുത്തു എന്ന് പറയുമെങ്കിൽ ആ ഒരു ഗോളിലോട്ട് നമ്മൾ എത്തണം. എന്നാൽ മാത്രമല്ല നമ്മളത് അച്ചീവ് ചെയ്തു എന്ന് പറയുള്ളൂ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചൊരു കാര്യം കുട്ടി എത്രത്തോളം മനസ്സിലാക്കി എന്നറിയാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന ടെസ്റ്റിനെയാണ് നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിപ്പോൾ വേണമെങ്കിൽ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് നടത്താം, അല്ലെങ്കിൽ 2 ചാപ്റ്റർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ടെസ്റ്റ് നടത്താം. ആ ഒരു ഹോൾ അക്കാദമിക് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് എൻഡിൽ നമുക്ക് വേണമെങ്കിൽ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്താം. അതായത് ആ ഒരു കോഴ്സ് നമ്മൾ പഠിപ്പിച്ചൊരു സാധനം കുട്ടി എത്രത്തോളം മനസ്സിലാക്കി എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ടെസ്റ്റ് നടത്തുന്നത്. അത്തരത്തിലുള്ള ടെസ്റ്റുകളെയാണ് നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. കുട്ടി ആ ഒരു കാര്യം എത്രത്തോളം അച്ചീവ് ചെയ്തു, അതാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റിലൂടെ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇനി അതിൻ്റെ കുറച്ച് ഡെഫിനേഷൻസാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഡൗണിയുടെ ഒരു ഡെഫിനേഷനാണ്. എനി ടെസ്റ്റ് ദാറ്റ് മെഷേഴ്സ് ദി അറ്റൈൻമെൻറ്റ് ഓർ അക്കംപ്ലിഷ്മെൻറ്റ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആഫ്റ്റർ എ പീരീഡ് ഓഫ് ട്രെയിനിങ് ഓർ ലേണിംഗ് ഈസ് ആൻ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു പീരീഡ് ഓഫ് കോഴ്സ് അല്ലെങ്കിൽ ട്രെയിനിങ്ങിൽ കുട്ടി നമ്മൾ പഠിപ്പിച്ച കാര്യം കുട്ടി എത്രത്തോളം അച്ചീവ് ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റിനെയാണ് നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. The next definition ആണ് ഗുഡ്സ് ഡിക്ഷണറിയുടെ. An achievement test is a test used to measure a person's knowledge, skills, understandings, etc. in a given field taught in school. ഇനി നമുക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൻ്റെ പർപ്പസ്, എന്തിനു വേണ്ടിയിട്ടാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്തുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അക്കാദമിക് ഇയറിൻ്റെ ലാസ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്താം. അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും നടത്തുന്നത്? ഇപ്പോൾ 8ാം ക്ലാസ്സിൻ്റെ ലാസ്റ്റ് നമ്മളൊരു പരീക്ഷ നടത്തുന്നത് കുട്ടി അടുത്തൊരു സ്റ്റേജിലോട്ട് 9ാം ക്ലാസ്സിലോട്ട് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 8ാം ക്ലാസ്സിൻ്റെ എൻഡിലൊരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് കുട്ടിക്ക് പ്രൊമോഷൻ കൊടുക്കണോ വേണ്ടയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്തുന്നത്. അതുപോലെ തന്നെ കുട്ടിയുടെ ഒരു ക്ലാസ് പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ നമുക്ക് പരീക്ഷ നടത്താം, 2 ചാപ്റ്റർ കഴിയുമ്പോൾ കുട്ടിയുടെ പരീക്ഷ നടത്താം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടിയുടെ മാർക്ക് കൂടി വരുവാണോ കുറയുകയാണോ എന്നുള്ള പെർഫോമൻസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടിയുടെ എൻട്രി ലെവലിൽ എത്രത്തോളം കുട്ടിയുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു, അത് ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ച ഓരോ കാര്യങ്ങൾ കഴിയുന്തോറും കുട്ടിയുടെ പെർഫോമൻസ് കൂടുകയാണോ എന്നറിയാൻ വേണ്ടിയിട്ട്, കുട്ടിയുടെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്താം. പിന്നെ നമ്മളുടെ കുട്ടിക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരുന്നത് ചിലപ്പോൾ ടീച്ചേഴ്സിൻ്റെ ടീച്ചിങ് മെത്തേഡ്സിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം കുട്ടിക്ക് പഠനത്തിൽ പിറകോട്ട് വരുന്നത്. അപ്പോൾ നമ്മളുടെ ടീച്ചിങ് മെത്തേഡ്സ് അല്ലെങ്കിൽ ആ ഒരു ലേണിംഗ് പ്രോസസ്സ് എത്രത്തോളം ഉണ്ട്, അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ, നമ്മളുടെ മെത്തേഡ്സുകളുടെ പ്രശ്നം കൊണ്ടാണ് കുട്ടിക്ക് ബുദ്ധിമുട്ട് വരുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കുട്ടിക്ക് മോട്ടിവേഷൻ കൊടുക്കാനായിട്ട്, ഇപ്പോൾ കുട്ടി പഠനത്തിൽ പിറകോട്ടാണ് വരുന്നതെങ്കിൽ കുട്ടിക്ക് നല്ലൊരു മോട്ടിവേഷൻ കൊടുത്തിട്ട് കുട്ടിയുടെ പ്രോഗ്രസ് ഉറപ്പ് വരുത്താനും നമുക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റിലൂടെ സാധിക്കും. കുട്ടിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യാം. എവിടെയാണ് കുട്ടിയുടെ സ്ട്രെങ്ത് ആയിട്ട് വരുന്നത്, കുട്ടിക്ക് ബുദ്ധിമുട്ട് വരുന്ന ഏരിയാസ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനും നമുക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ പറയുന്നത്. ഒരു കുട്ടി നമ്മൾ പഠിപ്പിച്ചൊരു കാര്യം എത്രത്തോളം അച്ചീവ് ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചർ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റിനെയാണ് നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്താണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് നോക്കാം. നമ്മൾ കുട്ടി എത്രത്തോളം അച്ചീവ് ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ടാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കുട്ടിയുടെ ബുദ്ധിമുട്ട് എവിടെയാണ്, ആ ഒരു ഏരിയ ഡയഗ്നോസ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് കുട്ടിക്ക് ആ ബുദ്ധിമുട്ട് വന്നത്, ആ ബുദ്ധിമുട്ട് നീക്കാൻ വേണ്ടിയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റിനെയാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ഏരിയയിൽ കുട്ടിയുടെ ബുദ്ധിമുട്ടുകൾ, ഗ്യാപ്സ് എവിടെയാണ്, എന്തുകൊണ്ടാണ് കുട്ടിക്ക് അത്തരത്തിലൊരു ബുദ്ധിമുട്ട് വന്നത്, അത് ഏതൊക്കെ രീതിയിൽ മാറ്റി റെമഡിയൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് കുട്ടിയുടെ ആ ബുദ്ധിമുട്ട് മാറ്റുന്ന ആ ഒരു പ്രോസസ്സ്, ആ ഒരു ടെസ്റ്റിനെയാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുട്ടിയുടെ ഒരു പർട്ടിക്കുലർ ലെസൺ എടുത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു കോഴ്സ് യൂണിറ്റ് എടുത്തു കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു കുട്ടിക്ക് നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്തും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് നടത്തുമ്പോൾ കുട്ടിയുടെ മാർക്ക് കുറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് കുട്ടിക്ക് അവിടെ മാർക്ക് കുറഞ്ഞത്, കുട്ടിയുടെ പഴയ കാലം അത് കുട്ടിക്ക് ആ ഏരിയയെക്കുറിച്ചുള്ള പ്രീ റിക്വസൈറ്റ്സ് ഇല്ലാത്തത് കൊണ്ടാണോ, അതോ നമ്മളിപ്പോൾ പഠിപ്പിച്ചു കൊടുത്ത പുതിയ കണ്ടൻറ്റ് കുട്ടിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണോ എന്നുള്ള രീതിയിൽ അതൊക്കെ മനസ്സിലാക്കാനായിട്ട് കുട്ടിയുടെ ഗ്യാപ്പ് എവിടെയാണ് വന്നത്, എന്തുകൊണ്ടാണ് ആ ഒരു ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി കുട്ടിക്ക് വന്നത് എന്നറിയാൻ വേണ്ടി
വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു ടെസ്റ്റാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ റെമഡിയൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് കുട്ടിയുടെ ആ ഒരു ഡിഫിക്കൽട്ടി നമ്മൾ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ കുറച്ച് ഡെഫിനേഷൻസ് ആണ് പറയുന്നത്. എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അണ്ടർടേക്സ് ടു പ്രൊവൈഡ് പിക്ചർ ഓഫ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഈസ് ഡെവലപ്ഡ് ടു ഐഡൻറ്റിഫൈ സ്പെസിഫിക് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഇൻ ബേസിക് സ്കിൽസ് സച്ച് ആസ് റീഡിംഗ് ആൻഡ് അർത്തമെറ്റിക്. പൈനയുടെയും സ്റ്റാഡോളുടെയും ആൻഡ് സ്റ്റോറാദാലിൻ്റെയും 2 ഡെഫിനേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് 2 ഒക്കേഷനിലാണ് യൂസ്ഫുൾ ആവുന്നത്. പ്രീ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് പോസ്റ്റ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്തി, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ടെസ്റ്റ് നടത്തി. അപ്പോൾ ആ ഒരു യൂണിറ്റ് ടെസ്റ്റ് നടത്തിയപ്പോൾ കുട്ടിയുടെ മാർക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞതായിട്ട് തോന്നി. അപ്പോൾ നമുക്ക് കുട്ടിയുടെ മാർക്ക് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് പോയതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് 2 തരത്തിൽ ടെസ്റ്റ് നടത്താം. ആദ്യം പ്രീ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്താം. അതായത് ആ ഒരു ഏരിയനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പ്രീ റിക്വസൈറ്റ്സ് മാത്രം ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റ് നമുക്ക് പ്രീ ടെസ്റ്റായിട്ട് നടത്താം. അപ്പോൾ നമുക്ക് കുട്ടിയുടെ ആ പ്രീ റിക്വസൈറ്റ്സ് ഒന്നും പ്രശ്നമില്ലെങ്കിൽ കുട്ടിക്ക് ഇപ്പോൾ പുതിയ പഠിച്ചൊക്കെ പഠനമായിട്ടായിരിക്കും ബുദ്ധിമുട്ട് വരിക. അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയ വീണ്ടും പഠിപ്പിച്ച് റെമഡിയൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് റീടീച്ച് ചെക്ക് ചെയ്തിട്ട് ആ ഒരു കുട്ടിയുടെ ബുദ്ധിമുട്ട് മാറ്റും. എന്നിട്ട് നമ്മൾ പോസ്റ്റ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തും. ആ ഒരു ഡിഫിക്കൽട്ടി കുട്ടി ഓവർകം ചെയ്തോ എന്നറിയാൻ വേണ്ടി ഒരു ടെസ്റ്റും കൂടി നടത്തും. അപ്പോൾ പോസ്റ്റ് ടെസ്റ്റ് നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കുട്ടിക്ക് എത്രത്തോളം പുരോഗതി ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ 2 തരത്തിലാണ് നമ്മൾ ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുന്നത്. പ്രീ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് പോസ്റ്റ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അപ്പോൾ ഇതാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. നമ്മൾ കുട്ടിയുടെ ഒരു ബുദ്ധിമുട്ടുള്ള ഏരിയ ഡയഗ്നോസ് ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ് നമ്മൾ ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിലൂടെ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു 2 അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൻ്റെയും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെയും ഡിഫറൻസ് ഒന്ന് നോക്കാം. അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടി എത്രത്തോളം അച്ചീവ് ചെയ്തു എന്നാണ് നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ നടത്തുന്നത്. മറ്റേതിൽ കുട്ടിക്ക് എത്രത്തോളം അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, എന്തുകൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ ഒബ്ജക്റ്റീവ്സിന്, കണ്ടൻറ്റിന്, ഫോം ഓഫ് ക്വസ്റ്റ്യൻ, ഡിഫിക്കൽട്ടി ലെവൽ അതിനെല്ലാത്തിനും നമ്മൾ വെയിറ്റേജ് കൊടുത്തിട്ട്, അത് നമ്മൾ പഠിപ്പിച്ച കണ്ടൻറ്റ് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുമ്പോൾ ഇതിനെല്ലാം ഒബ്ജക്റ്റീവ്സിന്, ആ ഒരു കണ്ടൻറ്റിന്, പിന്നെ ഫോം ഓഫ് ക്വസ്റ്റ്യൻ, ഡിഫിക്കൽട്ടി ലെവൽ എല്ലാ ഐറ്റംസിനെയും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്തുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ ഒരു പർട്ടിക്കുലർ ഏരിയയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ആ ഒരു ഏരിയനെ മാത്രമാണ് നമ്മൾ ടെസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നമ്മളൊരു യൂണിറ്റ് ഫുള്ള് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഡയഗ്നോസ്റ്റിക്കിൽ ആ ഒരു യൂണിറ്റുള്ളിൽ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രമായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ അവിടെ ഈ ഒരു കണ്ടൻറ്റിനോ ഫോം ഓഫ് ക്വസ്റ്റ്യൻ, ഡിഫിക്കൽട്ടി ലെവലിനോ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. കുട്ടിയുടെ ഡിഫിക്കൽട്ടി എവിടെയാണോ ആ ഡിഫിക്കൽട്ടി ഓവർകം ചെയ്യാൻ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് കൊടുക്കണോ എന്ന രീതിയിലാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഗിവ് ഡ്യൂ വെയിറ്റേജ് ടു എവറി ടോപ്പിക് ഇൻ ദി കണ്ടൻറ് ഏരിയ, ഗ്രേറ്റർ എംഫസൈസ് ടു ദ ആസ്പെക്ട്സ് വിത്ത് വിച്ച് പൊട്ടൻഷ്യൽ ഡിഫിക്കൽട്ടീസ്. അതായത് അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ ആ ഒരു കണ്ടൻറ്റിന് ആ കണ്ടൻറ്റിനുള്ള എല്ലാ ടോപ്പിക്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡിഫിക്കൽട്ടി ഉള്ള ഏരിയയിൽ മാത്രമായിരിക്കും നമ്മൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദെൻ അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ എന്ന് പറയുന്നത് അവിടെ നമ്മൾ കുട്ടി എത്രത്തോളം ആൻസർ ചെയ്യുന്നുണ്ട്, അതായത് കുട്ടിക്ക് എത്രത്തോളം ആ ഒരു ഫിക്സഡ് ഡ്യൂറേഷൻ, ഇപ്പോൾ 1 മണിക്കൂർ പരീക്ഷയാണെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ 10 ക്വസ്റ്റ്യൻ കുട്ടി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, കുട്ടിക്ക് ടൈം മാനേജ്മെൻറ്റ് ഒക്കെ വെച്ചിട്ട് ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എത്രത്തോളം മാർക്ക് കുട്ടി സ്കോർ ചെയ്യുന്നുണ്ട് എന്ന രീതിയിലായിരിക്കും അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്തുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറയുന്ന ഒരു ടൈം ഫാക്ടർ നമ്മൾ ഫിക്സ് ചെയ്യുന്നേ ഇല്ല. നമ്മൾ ഇത്ര സമയം കൊണ്ട് ആ ഒരു പരീക്ഷ എഴുതി തീർക്കണം എന്നുള്ളൊരു ടൈം ഷെഡ്യൂളൊന്നും നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുമ്പോൾ വെക്കാറില്ല. കുട്ടിക്ക് എത്രത്തോളം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതായത് കുട്ടിയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാനാണ് നമ്മളിവിടെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു ഫിക്സഡ് ടൈം ഷെഡ്യൂൾ, ഫിക്സഡ് മാർക്കൊക്കെ വെക്കുമ്പോൾ കുട്ടിക്ക് വീണ്ടും അത് അച്ചീവ്മെൻറ്റ് ടെസ്റ്റായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് അങ്ങനെയല്ല, അതൊരു പരീക്ഷയല്ല, കുട്ടിയുടെ ബുദ്ധിമുട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റ് മാത്രമാണ്. അപ്പോൾ നമ്മളിവിടെ ടൈമും മാർക്കും ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ള കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ടൈമിലൊരു ഫിക്സഡ് ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ നമ്മൾ ടൈം ഷെഡ്യൂളിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ദെൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്സ് സ്കോർഡ് ഇൻ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഗ്രേഡിങ്. നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്തുന്നത് കുട്ടിയുടെ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നെക്സ്റ്റ് ഗ്രേഡിലുള്ള പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവിടെ മാർക്കിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. കുട്ടി എത്രത്തോളം പെർഫോമൻസ് ചെയ്യുന്നുണ്ട്, കുട്ടിയുടെ പ്ലേസ്മെൻറ്റ് എത്രത്തോളം വേണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്തുന്നത്. പക്ഷേ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ നമ്മൾ ഇതിന് മാർക്കിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം നമ്മളതൊരു ഗ്രേഡിങ്ങിനോ പ്ലേസ്മെൻറ്റിനോ ഒന്നും അല്ല നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുന്നത്. ഒരു യൂണിറ്റ് നമ്മൾ പഠിപ്പിച്ച് കഴിയുമ്പോൾ ആ യൂണിറ്റിലുള്ള ഡിഫിക്കൽട്ട് ഏരിയ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഡിഫിക്കൽട്ടി ഏരിയ ഒന്ന് മാറ്റാനായിട്ടുള്ള സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മാർക്കിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. അങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ട് അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൻ്റെയും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെയും ഒരു ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് എന്താണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, അതിൻ്റെ മീനിങ്, ഡെഫിനേഷൻസ്, അതുപോലെ തന്നെ പർപ്പസായി നോക്കിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ മീനിങ്ങും ഡെഫിനേഷൻസും നോക്കി. പിന്നെ ഏതൊക്കെ ഏരിയയിലാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുന്നത് നമ്മൾ പറഞ്ഞു. കൂടാതെ ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസാണ് നമ്മൾ ചർച്ച ചെയ്തത്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൻ്റെയും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെയും. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൻ്റെയും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെയും കൺസ്ട്രക്ഷൻസ് ആണ്. സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ ആൻഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കൺസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. താങ്ക് യു.